നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ നിലകൊള്ളുന്ന പരമസത്യത്തെ അനുഭവിച്ചറിയാനും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഴക്കടലിൽ മുങ്ങിക്കുളിക്കാനും നമ്മൾ കൈകോർത്ത് നടത്തുന്ന ഈ ആത്മീയ യാത്രയായ ദ ജേണി വിത്തിനിലേക്ക് താങ്കളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻഗാമികളായ പുണ്യ ഋഷിവര്യന്മാർ പകർന്നു നൽകിയ ചൈതന്യത്തിലേക്കാണ് നാം മുന്നേറുന്നത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ശ്രുതിയാണ്. ശ്രുതി എന്നത് വെളിപാടാണ്. ഇറ്റ് ഈസ് റിവീൽഡ് നോളജ്. അത് വെറുമൊരു മനുഷ്യനിർമ്മിത അറിവല്ല. അഗാധമായ മൗനത്തിൽ ഋഷിമാരുടെ ഹൃദയാകാശത്തിൽ സ്ഫുരിച്ച നിത്യജ്ഞാനമാണ് ശ്രുതി. ഈ ലോകത്തിലെ എല്ലാ ഫിലോസഫികളും രൂപം കൊള്ളുന്നതിന് ഏറെ മുമ്പ് തന്നെ ഇവിടെ ശ്രുതിയുണ്ടായിരുന്നു. അതിനെയാണ് ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. ശാസ്ത്രങ്ങൾ വെറും പുസ്തകങ്ങളല്ല, നമ്മുടെ ആത്മസ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന കണ്ണാടികളാണ്. അതുകൊണ്ട് തന്നെ ശ്രുതിയിലൂടെ വെളിപ്പെട്ട ആ സത്യത്തിലേക്കുള്ള പ്രയാണം സ്വന്തം ഹൃദയ കേന്ദ്രത്തിലേക്കുള്ള മടക്കയാത്രയാണ്. ഈ പൗരാണികമായ അറിവുകൾ ഇരുന്ന് പഠിക്കാനുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ അനുഭവിച്ചറിയാനുള്ളതാണ്. അതിന് ആ വഴിയിലൂടെ മുൻപേ നടന്ന ആചാര്യന്മാരുടെ മാർഗനിർദ്ദേശം നമുക്ക് അത്യാവശ്യമാണ്. ശ്രുതികൾ പറയുന്ന ആ ഏക സത്യത്തെ എങ്ങനെ ലളിതമായി പ്രായോഗികമാക്കാം എന്ന് കൃത്യവും സ്പഷ്ടവുമായി കാണിച്ചു തരാൻ ശ്രീ രമണ മഹർഷിയെപ്പോലെ ഒരു വഴികാട്ടി ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ശാസ്ത്രങ്ങൾ ഒരു മാപ്പാണെങ്കിൽ രമണ മഹർഷി നമുക്ക് മുന്നേ നടന്ന ആ മാർഗദർശിയാണ്. ദ ജേണി വിത്തിനിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ ആദ്യഘട്ടം, അതായത് ഫസ്റ്റ് ഫേസ്, 2022 ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് ആരംഭിച്ചത്. രമണ മഹർഷിയുടെ മഹത്തായ ഉപദേശങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും നമ്മിൽ പലർക്കും ഒരു വിശാലമായ വാതിൽ തുറന്നതുപോലെയായിരുന്നു ആദ്യഘട്ടം. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 83 ഓൺലൈൻ സെഷനുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. രണ്ടാം ഘട്ടം, സെക്കൻഡ് ഫേസ്, ആരംഭിച്ചത് 2024 2 ദിവസത്തെ ഓഫ്ലൈൻ റിട്രീറ്റിലൂടെയായിരുന്നു. റിട്രീറ്റിൽ നമ്മൾ പഠിക്കുകയല്ല, ശ്രദ്ധയോടെയും ഭക്തിയോടെയും ആ സത്യത്തെ അനുഭവിക്കുകയായിരുന്നു. ഇതിനകം 8 ലെവൽ 1 റിട്രീറ്റുകളും 2 ലെവൽ 2 റിട്രീറ്റുകളും നടന്നു കഴിഞ്ഞു. ഇപ്പോഴിതാ 2026 നമ്മൾ മൂന്നാം ഘട്ടത്തിലേക്ക്, അഥവാ തേർഡ് ഫേസിലേക്ക് പ്രവേശിക്കുകയാണ്. മൂന്നാം ഘട്ടം അറിയപ്പെടുന്നത് ദ ജേണി വിത്തിൻ സത്സംഗ് എന്ന പേരിലാണ്. റിട്രീറ്റുകളിൽ പങ്കെടുത്തവർക്ക് ഓഫ്ലൈനായി ഒരുക്കുന്ന 2 ദിവസത്തെ ആത്മീയ സംഗമമാണ് ദ ജേണി വിത്തിൻ സത്സംഗ്. റിട്രീറ്റിൽ പങ്കെടുത്തവർക്ക് മാത്രം സത്സംഗത്തിലേക്ക് പ്രവേശനം നൽകാനുള്ള 3 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, പങ്കെടുക്കുന്നവർക്ക് ആത്മവിചാരത്തെക്കുറിച്ചും ഈ ആത്മീയ യാത്രയുടെ മറ്റു പ്രായോഗിക വശങ്ങളെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ മുൻപേ ഉണ്ടായിരിക്കണം. 2, റിട്രീറ്റിലൂടെ ലഭിച്ച ആ ഒരു അനുഭൂതിയുടെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി ആഴത്തിലുള്ള അനുഭവങ്ങൾ നേടാൻ മുൻപുള്ള ആ അടിത്തറ അത്യാവശ്യമാണ്. 3, ജ്ഞാനമാർഗത്തിലൂടെയുള്ള ഈ യാത്രയെ ജീവിതത്തിൻ്റെ പരമോന്നത ലക്ഷ്യമായി കാണുന്ന സാധകർക്ക് വേണ്ടിയുള്ളതാണ് സത്സംഗ് എന്ന വേദി. അതിന് റിട്രീറ്റിലൂടെയുള്ള വരവാണ് ഏറ്റവും ഉത്തമം. മറ്റൊരു പ്രധാന കാര്യം കൂടി, ഈ സത്സംഗത്തിൽ നമ്മൾ ക്ലാസ്സുകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും പല വിധത്തിലുള്ള ചർച്ചകളും ചോദ്യോത്തരങ്ങൾക്കുള്ള അവസരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന സാധകരോടൊപ്പം നമ്മുടെ സംശയങ്ങൾ തീർക്കാനും ആ പരമമായ സത്യം അനുഭവിച്ചറിയാനും നമുക്ക് ധാരാളം വേളകളുണ്ടാകും. കൂടാതെ ഡീറ്റെയിൽഡായ സത്സംഗ് മാനുവലും നമ്മുടെ സഹായത്തിനായി ഉണ്ട്. ഇതിൽ മനനത്തിനുള്ള വർക്ക്ഷീറ്റുകളും തിരിച്ചു വീട്ടിൽ പോയാൽ ചെയ്യാവുന്ന നിധിധ്യാസനത്തിനുള്ള വഴികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, ഒരു സത്സംഗവും ഒരിക്കലും ആവർത്തിക്കില്ല എന്നതാണ്. ഓരോ സത്സംഗവും വ്യത്യസ്തമായിരിക്കും. ഓരോന്നിനും പ്രത്യേകം പുസ്തകവും ഉണ്ടായിരിക്കും. ജ്ഞാനമാർഗത്തെ ഗൗരവമായി കാണുന്നവർ എപ്പോഴും സത്യവുമായി ചേർന്ന് നിൽക്കണം എന്ന ചിന്തയിലാണ് സത്സംഗം ജന്മമെടുത്തത്. നമ്മുടെ ഈ യാത്രയുടെ ഭാഗമാകാൻ പോകുന്ന ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തുടക്കം മുതൽ നമ്മോടൊപ്പം ദ ജേണി വിത്തിൻ യാത്രയിൽ പങ്കുചേർന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രകാശിപ്പിക്കുന്നു. ആത്മസ്വരൂപമായ ആ പ്രകാശം നിങ്ങളിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കട്ടെ. നന്ദി.